പ്രിയപ്പെട്ടവരെ നമസ്കാരം. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ 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 വന്നാട്ടെ. എന്താണ് ചേട്ടൻ ഈ പാട്ട് പാടിയതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ കുറച്ച് വിരുന്നുകാർ വരുന്നുണ്ട്. വിരുന്നുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദിക്കാരാണ് വരുന്നത്. ഹിന്ദിക്കാരല്ല കേട്ടോ, മുംബൈ. എനിക്ക് എൻ്റെ ആൻറ്റീനെ അറിയാലോ, അച്ഛൻ്റെ ഏറ്റവും താഴെയുള്ള പെങ്ങൾ നിർമ്മല ആൻറ്റി, പള്ളിപ്പുറത്തുള്ള ആൻറ്റീരെ മോനും മരുമകളും പിള്ളേരും, പിന്നെ മരുമകളുടെ അനിയത്തി, ഭർത്താവ്, കുട്ടി, പിന്നെ മരുമകളുടെ അമ്മ, അങ്ങനെ ഒരു ടീം ബോംബെയിൽ നിന്ന് വന്നിട്ടുണ്ട്. കുറച്ച് ദിവസമായി വന്നിട്ട് അവര് തൃശ്ശൂർ പൂരത്തിൻ്റെ അന്നല്ല തലേ ദിവസം വന്നേ. അവര് മൂന്നാറ്, പിന്നെ ആലപ്പുഴ, നമ്മുടെ അമ്മേനാരായണ ബോട്ടിലേക്ക് പോയില്ലേ? അയ്യോ, പോയില്ല. അതെ, അവൾക്ക് വിളിച്ചൊക്കെ സെറ്റ് ആക്കിണ്ടായിരുന്നു. പിന്നെ എന്താ അവർക്ക് സമയം കിട്ടിയില്ല, ആകെ കുറച്ച് ദിവസത്തേക്കല്ല വന്നേക്കണേ, എല്ലാം കൂടിയിട്ട് പറ്റിയില്ല. ഈ നാട്ടിലേക്ക് വരുന്നവരുടെ കാര്യം അറിയാലോ, കുറേ പ്ലാനുകളായിട്ടാവും വരാം, പക്ഷേ ചിലപ്പോൾ ഒന്നും നടക്കില്ല. അപ്പം അങ്ങനെ അവർക്കും കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞത് അവർ ആ വാക്ക് തെറ്റിച്ചിട്ടില്ല. അപ്പോൾ അവരിങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് അവർ മൂന്നാറിലേക്ക് പോയിക്കണം. അപ്പോൾ ഇന്നലെ രാത്രി കുറേ വൈകിട്ട് എത്തിയേക്കണം. അപ്പോൾ രാത്രിയായിട്ട് വിളിച്ച് പറഞ്ഞത് ഇന്ന് ഉച്ചയ്ക്കാകുമ്പോഴത്തേക്കും വരാം ഇങ്ങോട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വിചാരിച്ചു, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മൾക്ക് തന്നെ ഉണ്ടാക്കാവുന്നുള്ളൂ, ചേട്ടനുണ്ടല്ലോ ഹെൽപ്പിന്. അപ്പോൾ അങ്ങനെ കാലത്തോട്ട് ഞങ്ങൾ ആ പണിയിലായിരുന്നു. അപ്പോൾ ഫുഡ് പ്രിപ്പറേഷൻ കാണാം. അതിന് മുന്നൊരു കാര്യം, കുറച്ച് മുന്നേ ആൻറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു. നിമൽ, ആൻറ്റീൻ്റെ മോൻ്റെ പേര് നിമൽ എന്നാണ്, നിമലിൻ്റെ ഭാര്യയുടെ പേര് പ്രിയനെ എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ടത്തെ ആൾക്കാർ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അവൾ നമുക്ക് പാവ് ഭാജി, മറ്റേ ദഹിപുരി ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു 2-3-4 കൊല്ലമൊക്കെ ഉണ്ടാവും. പള്ളിപ്പുറത്ത് പോയിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രിയയുടെ അനിയത്തി ഉണ്ട്. പ്രിയയുടെ അനിയത്തി വിഷ്ണുപ്രിയയുടെ ഹസ്ബൻഡും അവർ വരുന്നില്ല. പ്രിയയുടെ അനിയത്തിയും ഹസ്ബൻഡും ഉണ്ണിയും ഉണ്ട്. അവർ ആ 3 പേര് മാത്രം അവർ വരുന്നില്ല. അവർക്ക് വേറെ എവിടേക്കോ പോകാനുണ്ട്, അവർ വരുന്നില്ല. ബാക്കിയുള്ളവരെ വരുന്നുള്ളൂ എന്നിട്ട് ആൻറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ആൻറ്റി മാമനും വരുന്നില്ല, അവർക്കും കുറേ തിക്കും തിരക്കുണ്ട്. ഇനി ഈ ടീം മൊത്തം നാളെ ബോംബെക്ക് തിരിച്ചു പോവാം. അപ്പോൾ അവർക്ക് ഇനി പാക്കിങ്ങും കാര്യങ്ങളും കുറേ പണികളുണ്ട്. ഞാൻ ചിക്കൻ കറി വയ്ക്കാൻ പോവാണ് കേട്ടോ. വലിയ വിഭവങ്ങളൊന്നും ഉണ്ടാക്കണില്ല. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കും, മീൻ കറി വയ്ക്കും, പിന്നെ പൊന്നിയരിച്ചോറ് ഉണ്ടാക്കണം. അവർക്ക് നമ്മുടെ ചോറുണ്ടില്ല. അപ്പോൾ നമ്മുടെ ചോറ് നമുക്ക്, പിന്നെ അച്ഛനമ്മയും അവരൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ ആൻറ്റി മാമനൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് നമ്മുടെ കുത്തരി ചോറും വയ്ക്കണം. അവർക്ക് ബോംബെക്കാർക്ക് പൊന്നിയരി, പിന്നെ എന്നിട്ട് പിന്നെ എന്തെങ്കിലും ഒരു പച്ചക്കറി കൂട്ടാൻ വയ്ക്കും. അത്രേ ഉള്ളൂ. പിന്നെ ഒരു സർലാസ് അച്ചാർ, അങ്ങനത്തെ ഐറ്റംസൊക്കെ. 2 ചിക്കൻ ഉണ്ട്. അത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചിക്കൻ മസാലയും ചേർത്തിട്ട് മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വറുത്തിട്ട് വെക്കാൻ പോവാം. വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. പാത്രം ചൂടായി. കണ്ടമാനം വെളിച്ചെണ്ണയിൽ മുക്കി കെടുത്ത് അങ്ങനെ വറക്കല്ല, നമ്മൾ മീനൊക്കെ വറക്കണ പോലെ വറുത്തിട്ടേ ബാക്കി വെളിച്ചെണ്ണ വരുമല്ലോ, അപ്പോൾ അതിൽ തന്നെ കറി വയ്ക്കുക. അങ്ങനെയാട്ടോ ചെയ്യണേ. അതെ, സിമ്പിൾ ചിക്കൻ റോസ്റ്റ്. പിന്നെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ, സൺഫ്ലവർ ഓയിലല്ല. രണ്ട് പ്രാവശ്യമായിട്ടാണ് ആക്കുന്നത്. 2 കോഴി വാങ്ങിച്ചത്. ആവട്ടെ, ഇത് എവിടെ കിടന്നാവട്ടെ. അപ്പോഴത്തേക്ക് ഇതിലേക്ക് സബോള അരിയണം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാം. സബോള അരിയാന്ന് പറഞ്ഞാൽ ഈസിയാണ്. ഇപ്പോൾ ഈ സാധനത്തിലേ ഇതൊന്നും ഞാൻ എടുക്കാറുമില്ല. എത്ര കൊല്ലം മുന്നേ വാങ്ങിച്ചിട്ടിരിക്കണമെന്നറിയോ? പ്രീതി മിക്സിയാണിത്. ഇതിൻ്റെ ഒരു ജാറത് പ്രീതി സോഡിയാക്ക് എന്ന് പറയുന്ന മിക്സി ആട്ടോ. നമ്മുടെ കണ്ടിട്ടുണ്ടാവും നമ്മൾ. ഇത് തന്നെയാണ് നമ്മുടെ തുടക്കം തൊട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ ഒരു സാധനം കിട്ടും, ഈ ഫുഡ് പ്രോസസ്സറിൻ്റെ. അപ്പോൾ ഇതിൽ നമുക്ക് സുഖമായിട്ട് ഇതൊക്കെ സുഖമായിട്ട് അരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കനത്തിൽ നമുക്ക് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും. സബോള നടുവ മുറിക്കുക, അതിൻ്റെ മറ്റേ വെള്ള കളറുള്ള സാധനം കളയുക, എന്നിട്ട് അരിക്കേണ്ട വേണ്ടോ. ഇതൊന്ന് ഇളക്കിയിടാട്ടോ നമുക്ക്.
ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നതും നെയ്യും ഒക്കെ കൂടിയിട്ടേ വല്ലാണ്ട് വറക്കില്ല. ഇതിൻ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ കണ്ട, അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ പറയണേ. കണ്ട, ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. ഇതിലത്തെ ഈ ബ്ലേഡ് നമുക്ക് മാറ്റിയിടാൻ പറ്റും. ഇതിൻ്റെ ചെറിയ ബ്ലേഡ് ഉണ്ട്. അപ്പോൾ ഗ്രേറ്റ് ചെയ്യണ പോലെ ആക്കണം എന്നുണ്ടെങ്കിൽ ആ ബ്ലേഡ് ഇട്ടാൽ മതി. അങ്ങനെ ഇതിപ്പോൾ നമുക്ക് സ്ലൈസാക്കി അരിയേണ്ട കാരണം നമ്മൾ ഈ ബ്ലേഡ് ഇട്ടു. എന്നിട്ട് ഇതിങ്ങനെ ഇത് കറക്റ്റ് ഇവിടെ ഒരു ലോക്കിൻ്റെ സാധനം ഉണ്ട്, അവിടെ ഇട്ടിട്ട് ഇതിങ്ങനെ മൂടുക. അങ്ങനെ മൂടിയിട്ട് ഓണാക്കുക. നല്ല സൗണ്ട് ഉണ്ടാവും. പരിപാടി കഴിഞ്ഞു. ഇത് കാണിച്ചുതരാം എങ്ങനെയാണ് ഇരിക്കണേന്നുള്ളത്. 6 സബോള അരിയിൽ കഴിഞ്ഞു. കണ്ട അരിഞ്ഞേക്കണത് കണ്ട, ഒരേ കനത്തിൽ നമുക്ക് ഇങ്ങനെ അരിഞ്ഞ് കിട്ടും. ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയൊക്കെ പേസ്റ്റ് അടിക്കുക ചെയ്യണേ. അപ്പോൾ പിന്നെ അത് നന്നാക്കി പേസ്റ്റ് അടിക്കുക വേണ്ട. ചെറുതുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. കണ്ട, ഇതൊരു 2-3 മിനിറ്റ് കൂടി കഴിഞ്ഞ് ഇത് കോരാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് വയ്ക്കാം. പോയാവും, ഇത് കോരാൻ പോവാണ് കേട്ടാ. ഇതിലേ വെള്ള കൂടുതൽ, ഇതിൽ നിന്നിറങ്ങിയ വെള്ളേ. അത് കുഴപ്പമില്ല. ചെറിയ കഷ്ണങ്ങളായിട്ട് നോക്കിയ കാരണേ ഉള്ളിലേക്കൊക്കെ പെട്ടെന്ന് മസാലയൊക്കെ പിടിക്കും. ഞങ്ങൾക്ക് എന്താണാവോ, ഞങ്ങൾക്ക് 2 പേർക്ക് കേട്ടാ വലിയ കഷ്ണങ്ങളായിട്ട് ചിക്കൻ വയ്ക്കില്ലേ, അതിനോട് തീരെ താല്പര്യമില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ ഇച്ചിരി ഇഷ്ടക്കുറവൊന്നുമില്ല, അത് കഴിക്കുകയൊക്കെ ചെയ്യും. നിവർത്തിയില്ലെങ്കിൽ ചേട്ടൻ ഇന്ന് പറമ്പിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട കാരണം. അടുത്ത് വറക്കാൻ പോകുന്നു കേട്ടോ. അടുത്തത് ഈ ചേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളി നന്നാക്കാനിരിക്കുകയാണ്. ഈ വെളുത്തുള്ളി അല്ല, ഈ എന്തെങ്കിലും ഞാൻ ചേട്ടന് കൊടുക്കണ്ടേ? സരിതര കാപ്പി, പരസ്പര ധാരണയോട് കൂടിയുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ. ഈ വെളുത്തുള്ളി കണ്ട, വെളുത്തുള്ളി നമ്മുടെ കൊടൈക്കനാലിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഒരു 250 ഗ്രാമിന് 350 രൂപ. 350 കിലോ വാങ്ങിച്ചാൽ വെറും 350 രൂപ. 1 കിലോ വെളുത്തുള്ളി. അവിടുത്തെ അതിന് പ്രത്യേക ടേസ്റ്റും മണവും കൂടുതലുണ്ടെന്നാണ് അവർ പറയണത് കേട്ടോ. അത് അപ്പൊ ഞാൻ സരിതോട് പറയുന്നത് വല്ല സാധാരണ വെളുത്തുള്ളി മണ്ണിൽ പൂത്തി വെച്ചിട്ട് നമുക്ക് തരുന്നതാണോന്ന് അറിയില്ല. കണ്ട മണ്ണൊക്കെ ഉണ്ടത്. എനിക്കറിയില്ല അത് എന്തിട്ട് തേങ്ങയാണെന്ന്. തട്ടിപ്പ് മത്തേൻ്റെ കാരണം 1 കിലോ ഉള്ളിക്ക് 1300 വരുന്നുണ്ട് അല്ലേ? അപ്പോൾ 1300 1 കിലോ വെളുത്തുള്ളിക്ക് അവർ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ സംശയം പ്രകടിപ്പിച്ചത്. അപ്പോൾ സരിത പറഞ്ഞു നമ്മൾ ഇത്തിരി ഒന്ന് വാങ്ങിച്ച് നോക്കാം, ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. 3 പോയിട്ട് എല്ലാവരും ചോദിച്ചു കാപ്പിപ്പൊടി ചായല വാങ്ങിച്ചോന്ന് ചോദിച്ചു. ഞങ്ങൾ വാങ്ങിച്ചില്ല ചായല, ഒറ്റ സാധനം വാങ്ങിച്ചില്ല. ഈ കണ്ണാടയിൽ എന്നെ കാണാം ചേട്ടാ. സരിതര കാപ്പി ഞാൻ കുടിക്കൂ. ഞാൻ ചിക്കൻ്റെ അവിടേക്ക് പോട്ടെ. അലിഞ്ഞു പോവും ഈ കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെ, അത്ര രസമാണ്. ഇത് നെസ്കഫേരിയാണ്. നെസ്കഫേ അല്ലേ? ഫുള്ള് പാലിലാണ് സരിതിൻ്റെ കാപ്പി. അടുത്ത കോരി എടുക്കണം കേട്ടോ. കണ്ണടച്ചിട്ട് അമ്മ വിളിക്കുന്നുണ്ട്. ശരിയായില്ലോ. അപ്പൊ പൈസ ഇല്ലാണ്ടായിരുന്നു. ശരി.
ആ ശരി, അത് ഓഫ് ചെയ്യേ, ആ സാധനം ഓഫ് ചെയ്യും. അല്ല, ഭയങ്കര ശബ്ദമായിരിക്കും. ആ ഞാൻ അത് കുറച്ച് സമയം തുറന്ന് വെച്ചിട്ടാണേ വറുത്തത്. അതിലത്തെ വെള്ളം ഉള്ള കാരണം വറ്റാൻ വേണ്ടിയിട്ടേ. ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം ഉണ്ടായിരുന്നു ഈ വെളിച്ചെണ്ണയിൽ, അപ്പം അത് കാരണം. അപ്പോൾ വറക്കൽ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടിടണേ. ഈ വെളിച്ചെണ്ണയിൽ ഇനിയാട്ടാ ചെയ്യണത്. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ളൂ, പക്ഷെ അതിനേക്കാളും കൂടിയില്ല. അതാ ചിക്കൻ്റെ നെയ്യേ. ഭയങ്കരമായിട്ട് പേസ്റ്റ് അടിച്ചിട്ടില്ല ചേട്ടാ. ഇത് ഇവിടെ ഇത് ഓണാക്കേണ്ടി വരും ചേട്ടാ, അല്ലെങ്കിൽ ഇവിടെ മണാവും. അയ്യോ, ഇഞ്ചി വെളുത്തുള്ളി മുരിഞ്ഞുണ്ട്. അപ്പോൾ എനിക്ക് സവോള ഇടാം. സവോള മതിയില്ലേ? ആ ബോംബെക്കാർ വന്ന് കഴിച്ചിട്ട് സരിതര കൂട്ടാൻ മധുര എന്ന് പറയരുത്. കുറച്ചും കൂടി ഇടാല്ലേ, ഇത് വാടി വരുമ്പോൾ കഴിക്കും. ഇതിൽ കുറച്ച് പച്ചമുളക് അരിഞ്ഞിടട്ടോ. പച്ചമുളക് ചേട്ടൻ പൊട്ടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ പച്ചമുളകാണ് കേട്ടോ, പല വർണ്ണമുള്ള പച്ചമുളക്. ഇതൊരു ഭംഗിയാണ്. പച്ചമുളക് ചേട്ടൻ ഇത്തിരി വേപ്പിൻ്റെ ഇല പൊടിച്ചോണെന്ന് പറഞ്ഞു. പച്ചമുളക് കുറച്ചുകൂടി ഇടാം അല്ലേ? ആ ഒക്കെ വാടി. അപ്പം അതിലേക്ക് നമ്മൾ വേപ്പിൻ്റെ ഇല ഇട്ടു. ഇതിൽ വലിയ പ്രത്യേകത ഒന്നുമില്ല കേട്ടാ, വെക്കണതൊക്കെ സാധാ വെപ്പന്നെ. ഇതിലേക്ക് പൊടികളൊക്കെ ഇടാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, എന്താണ് പിന്നെ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി. പിന്നെ ഇനി എരിവ് നോക്കിയിട്ട് എന്തായാലും നമ്മൾ കുരുമുളക് പൊടി ഇടും, അത് വേണ്ടി വരും. പിന്നെ കുറച്ച് കാശ്മീരി ഇടുന്നുണ്ട് കേട്ടോ. കർണാടക വയ്ക്കുമ്പോഴേ അച്ഛൻ പറയും പുല്ലാടൻ മാഷ പോലെ. ഏത് മാഷ്? അച്ഛനെ പണ്ട് പഠിപ്പിച്ചിരുന്ന ഒരു മാഷ് ഉണ്ടായിരുന്നു, പുല്ലാടൻ മാഷ്. ഞാനിപ്പോൾ പാചകം ചെയ്യുമ്പോഴൊക്കെ കണ്ണാട വയ്ക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഇതിൽ കരട പ്രാണിയ വല്ല മുടിയ അങ്ങനെ എന്തിട്ടെങ്കിലൊക്കെ വീഴുണ്ടെങ്കിലൊന്നും നമ്മൾ കാണില്ല. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് കാഴ്ച കുറഞ്ഞു. ഞാൻ കുരുമുളക് ഇതിട്ടു കേട്ടാ, കാശ്മീരി മുളക് പൊടി ഇട്ടു. നല്ല ഒരു കൂട്ടായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സൗന്ദര്യമൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കണ്ണാട വയ്ക്കുമ്പോൾ പ്രായം കൂടുതൽ തോന്നുമെന്നൊക്കെ എന്നോട് പലരും പറയുന്നുണ്ട്. പ്രായം ഉണ്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് തക്കാളി പേസ്റ്റ് അടിച്ചത്, പ്രായം ഒരു നമ്പറാണ്, മനസ്സാണ് പ്രധാനം. ആണോ? ഞാനേ ഗ്യാപ്പിൽ ഇതിൻ്റെ ഇടയിൽ പോയിട്ടേ പാത്രങ്ങളാവണത് കഴുകി വയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഈ കുക്കിങ് പണി കഴിയുമ്പോഴത്തേക്കും പാത്രങ്ങൾ അത്രയ്ക്കധികവും. ചിക്കനിൽ ഉപ്പ് കുറവാന്നാണ് ചേട്ടൻ പറഞ്ഞത്. പിന്നെ ഈ വെളിച്ചെണ്ണയിലേക്ക് ഉപ്പ് ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ, അത് ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയല്ലേ. ഇനി ചിക്കൻ ഇത് നോക്കിയിട്ട് ഉപ്പിടാം. ഇങ്ങനത്തെ വെളിച്ചെണ്ണ തെളിയട്ടെ. തെയ്യാട്ടം ധമനികളിൽ
എടുക്കണ്. ഞാൻ ഡാൻസൊക്കെ കളിച്ചിട്ട് സാധാരണ എല്ലാ ദിവസവും പാട്ട് വെച്ചിട്ടാണ് പാചകം ചെയ്യാൻ നിൽക്കാറ്. ഇത് പിന്നെ കോപ്പിറൈറ്റ് പ്രശ്നം വരുമല്ലോ, അതുകൊണ്ടാണ്. ചിലപ്പോൾ ചില പാട്ടിൻ്റെ കൂടെ ഡാൻസ് കളിച്ചിട്ടാവും ചെയ്യുക. അപ്പം നല്ല രസമാണ്. ഓക്കെ, തക്കാളിയുടെ പേസ്റ്റ് അടിച്ചത് ഒഴിച്ചിട്ട് ഇത് വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു. അടിപൊളി കൂട്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ അപ്പ തട്ടണം. ചിക്കൻ ജനാർദ്ദനം പറഞ്ഞ പോലെ ചിക്കൻ്റെ അത് വീണത് ആയിക്കോട്ടെ. അയ്യോ, ചാറ് വേണ്ടല്ലോ ചേട്ടാ? ചാറ് വേണ്ട, ഡ്രൈ ആയിട്ടിരുന്നോട്ടെ അല്ലേ? നല്ല രസം. ചാറിന് മീൻ കൂട്ടാനുണ്ട്, ഇനി ഒരു സാമ്പാർ വയ്ക്കുന്നുണ്ട്. നമ്മുടെ ആൻറ്റീരെ ആരൊക്കെ വരണേന്ന് പറഞ്ഞില്ലേ, അവർക്ക് ബീഫ് പോർക്കൊന്നും കഴിക്കില്ല. അതും ഇനിയിപ്പോൾ ബുധനാഴ്ച കഴിക്കുമെന്ന് തമ്പുരാനറിയാം. ഓരോ ദിവസവും ഓരോ വ്രതം അവർക്ക്. ചൊവ്വയും വെള്ളിയും കഴിക്കില്ല. പിന്നെ വ്യാഴാഴ്ച ദിവസം വ്യാഴാഴ്ച വ്രതം, ശനിയാഴ്ച വ്രതം ഉണ്ട്, തിങ്കളാഴ്ച വ്രതം ഉണ്ട്. ബുധനാഴ്ച കഴിക്കും എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. കഴിക്കും. കുറേ വ്രതങ്ങളുണ്ട് അവർക്ക്. കളിയാക്കിയതല്ല കേട്ടാ, അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവരാ. എന്ത് തന്നെ സംഭവിച്ചാലും അവരാ ദിവസം എത്ര ടേസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് എന്ത് 5 സ്റ്റാർ സാധനം കൊണ്ട് മുന്നിൽ വെച്ചു കൊടുത്താലും കഴിക്കില്ല അവര്. അതൊക്കെ ചേട്ടൻ ഇപ്പൊ പറഞ്ഞതിന്റെ അടുത്ത സെക്കൻഡില് ഞാൻ ആ ചാന്തുപൊട്ടിലത്തെ ഡയലോഗ് ചേട്ടനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഇപ്പൊ തന്നെ പറഞ്ഞ് നാക്ക് അണ്ണാക്കിൽ കിട്ടുള്ളൂ അങ്ങനെ പറയില്ലേ, അപ്പോഴത്തേക്കും തന്നെ അത് മാറ്റും. അതിനിപ്പം എന്നിട്ട് കുഴപ്പം ചോദിക്കും ചേട്ടൻ. അപ്പോൾ അതിനിപ്പം എന്നിട്ട് കുഴപ്പം, നിൻ്റെ അടുത്തല്ലേ, നിൻ്റെ അടുത്ത് എനിക്ക് എന്ത് വേണേലും പറഞ്ഞൂടെ. അത് മനസ്സിന് തീരെ കട്ടിയില്ലാത്തവരാന്ന് തോന്നുന്നുണ്ട് ചേട്ടാ. അങ്ങനെ പാവങ്ങൾ, നിഷ്കളങ്കരായിട്ടുള്ള പാവങ്ങളാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇത് ഈ ഗ്രേവിയിൽ അങ്ങോട്ട് കിടന്നിട്ട് മൊരിയട്ടെ. ഉപ്പൊക്കെ നോക്കട്ടെ ഏട്ടാ ഞാൻ. ഈ പരിപാടിയുണ്ട്. വെന്തതാ. മൂടിയിടണ്ട. വെന്തതല്ലേ? വെള്ളത് വറുത്തതല്ലേ? വറുത്ത കാരണം ഇനി വെള്ളമൊന്നും വരില്ല. ഇനി ഇതെല്ലാം ഞാൻ ക്ലീൻ ആക്കട്ടെ ഏട്ടാ. ഇവിടെ ഇനി ക്ലീൻ ആക്കി കഴിയുമ്പോൾ ഉടനെ അടുത്ത പണി. 2 പീസ് എടുക്കണ്ടേ ഏട്ടാ പുറത്ത്? ഇമ്രു ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കി കുറച്ച് ഉപ്പ് കുറവ് പോലെ തോന്നി ചാറിൽ. അപ്പോൾ ഒരു തരിയും കൂടി ഉപ്പിട്ടു. ഇനി ഇതിലൊന്ന് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മസാലയുടെ മണം നന്നായി കുറവുണ്ട്. ഇത് മൂടി വയ്ക്കും. ഇതിൽ കുറച്ച് ഞാൻ മല്ലിയില വാങ്ങിച്ചുകൊണ്ടിരും. അത് ഇതിൻ്റെ മീത വെതറുള്ളൂ. ചേട്ടനിപ്പോൾ ഇനി മീൻ വാങ്ങിക്കാൻ പോവാണ്. അപ്പം മീൻ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോഴത്തേക്കും ഞാൻ സാമ്പാർ വയ്ക്കും. കാണിക്കില്ല. സാമ്പാർ ഇപ്പോൾ കാണിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. ഇനി മീൻ വാങ്ങിക്കണതിൻ്റെ ഒപ്പം മല്ലിയിലയും കൂടി വാങ്ങിച്ചോണ്ടരാട്ടാ ചേട്ടാ. നമ്മുടെ മല്ലിയില കഴിഞ്ഞു. നീ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കട്ടെ. ക്ലീൻ ആക്കിയാലും കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ മീൻ കൂട്ടാനും ഇതൊക്കെ വെക്കാൻ പോവല്ലേ. മീൻ കൂട്ടാനിലേക്കുള്ള നാളേരൊക്കെ ചേട്ടൻ ചെരുക്കി വെച്ചിട്ടാണ് പോയിക്കണത്. 2 നാളേരുണ്ട്. ഇത് പറഞ്ഞാൽ വല്ലവരും വിശ്വസിക്കുമോ? എന്താ ചിരിക്കണേ? അതെ ചേട്ടനെ തന്നെ ഉദ്ദേശമാണ്. വിരുന്നുകാർക്കായിട്ട് 2 തരം മീനാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒന്ന് ഇവിടെ അപ്പം തന്നെ കിട്ടണ മീനാണ് കേട്ടോ. അപ്പം തന്നെ കിട്ടാന്ന് പറഞ്ഞാൽ മറ്റേ മോനം ബന്ധത്തിൽ പിടിച്ചുകൊണ്ടിരുന്ന മീനാണ് ഇത്.
അറയ്ക്കുക. നെയ്മീൻ ചെറുതാണ് കേട്ടോ, അത്ര വലിയ നെയ്മീനല്ല. ഇത് കൂട്ടാൻ വയ്ക്കാം അല്ലേ? ഇത് കൂട്ടാൻ വയ്ക്കാം. പിന്നെ വറ്റ, ഇത് വറക്കാനുള്ളത്. അത്ര വലിയ വറ്റയില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ 2 തരം മീനാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. കേട്ടോ അത് പടാ. ആ പിന്നെ വേറെ സാധനം കാണിച്ചു തരാം. ഇവിടെ കേട്ടാ, നമ്മുടെ ഇടുക നമ്മുടെ സ്വിമ്മിങ് പൂളിൽ വെള്ളം അടിച്ച് നിറച്ച് വെച്ചിട്ടുണ്ട്. അവർക്ക് വന്നിട്ട് കുളിക്കണമെങ്കിൽ ചാടണമെങ്കിൽ അങ്ങനെ തോന്നി കഴിഞ്ഞാൽ എനിക്ക് ചാടാൻ തോന്നുമ്പോൾ തന്നെ നല്ല ഉഷ്ണമാണ്. പ്ലേ ഭയങ്കര എന്താ പറയുക, ഭയങ്കര രസമാണ് ഇപ്പോൾ കുളിക്കാനായിട്ട്. എന്തായാലും ജഗു വന്നിട്ട് കുളിക്കാം. അപ്പോൾ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്തായാലും വെള്ളം എടുക്കില്ലല്ലോ. നമ്മുടെ മീൻ കഴിക്കണം കേട്ടോ. വറ്റ സിമ്പിളായിട്ടുള്ള മീൻ വറക്കലാട്ടാ. ഇതിൽ വേറെ കൂടുതൽ ആർഭാടങ്ങളൊന്നുമില്ല. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം തേച്ചിട്ടാണ് നമ്മൾ വറക്കാൻ പോണേ. സാധാരണ ടൈപ്പ്. വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. അത് ആവശ്യമില്ല, അതിൻ്റെ രുചിനെ കളയും. മീനിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ടേസ്റ്റ് പോവില്ലേ? ഇതിപ്പോൾ പറ്റി വെച്ച് കഴിഞ്ഞാലേ തട്ടി ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ചോറിനാറാവുമ്പോൾ വറക്കാം. ചേട്ടാ കുറച്ച് നേരമേ ഫ്രിഡ്ജിലാണ്ട് വയ്ക്കും. കുറച്ച് നേരം അപ്പോൾ നന്നായി മസാല പിടിച്ചോളും. 2 മണിക്കൂർ സമയമുണ്ട് നമുക്കേ. അപ്പോൾ അതിൽ വെച്ചോട്ടെ നീ. ആ ചേട്ടൻ്റെ മീൻ വാങ്ങിച്ചു വരുമ്പോഴേക്കും എൻ്റെ സാമ്പാർ കൂട്ട റെഡി ആയിട്ടാ. ഇനി അത് കാച്ചിയാ വേണ്ടോ? ചേട്ടൻ പപ്പടം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് പപ്പടം കാച്ചിട്ട് സാമ്പാർ കാച്ചാം. നെയ്മീൻ കഴുകി കൊണ്ടുവന്നു കേട്ടോ. ഇനി അത് കൂട്ടാൻ വയ്ക്കാൻ പോണ്. സരിത ഈ അടുക്കളയിൽ നീ ചെയ്യുന്നത്. ഇവിടെ ഇരിക്കട്ടെ. സരിത അടുക്കളയിൽ നീ ചെയ്യുന്നത്. അതാക്കണേൻ്റെ ഒപ്പം എനിക്ക് നാളെ പാൽ ഞാൻ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സൈഡിൽ. അപ്പോൾ പാത്രം അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. എന്തിനെപ്പോഴും പറയണേ? വെറുതെ ഉലുവ കുറച്ചുണ്ട് കേട്ടോ. ഉലുവ പൊട്ടി ഞരിക്ക് സബോള ഇരുന്നു. സബോള ശരിക്കും മീൻ കൂട്ടാനിലേക്കുള്ളത് ഒന്നും കൂടിയും പൊടിയാക്കാമായിരുന്നു. പിന്നെ നേരത്തെ അരിഞ്ഞേൽ ബാക്കിയുള്ളതെന്നാണ് ഞാൻ ഇട്ടേട്ടാ. പിന്നെ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും ഇഞ്ചി നീളത്തിലരിഞ്ഞതും പിന്നെ പച്ചമുളകും. എല്ലാം ഒരുമിച്ച് കിടന്നാവട്ടെ. ഇത് വാടട്ടെ. ഞാനപ്പോഴേക്ക് നാളെ പാല് പിഴിഞ്ഞ് അവസാനിപ്പിക്കട്ടെ കേട്ടാ. മൂത്തൂട്ടാ എനിക്ക് വ്യാപിയിരുന്നു. ഇളക്കണം ഇത്ര നിർബന്ധം? അതാ അത് ഞാൻ പറഞ്ഞുതരാം. ഇരിക്കുന്ന അവിടെ പൊടികളൊക്കെ ഇടാം. മഞ്ഞൾപ്പൊടി ഇടുന്നു, മുളക് പൊടി, മല്ലിപ്പൊടി ഒരു ലേശടാം. സാധാരണ നാളേരപ്പാൽ ഒഴിച്ച് വെക്കണ കൂട്ടാനിൽ ഞാൻ മല്ലിപ്പൊടി അധികം ഇടാറില്ല മീൻ കൂട്ടാനിൽ കേട്ടാ. ചിലപ്പോൾ മല്ലിപ്പൊടി ഒട്ടും ഇടില്ല. ഇതിലൊരു ലേശം ഇട്ടുണ്ട്. അതേപോലെ തന്നെ നാളികേരപ്പാൽ ഒഴിച്ച് വെക്കണ മീൻ കൂട്ടാനാകുമ്പോൾ അതിൽ തക്കാളി ചേർക്കാറില്ല ഞാൻ. എനിക്കത് അത്ര ടേസ്റ്റ് തോന്നാറില്ല. വറ്റിച്ച് വയ്ക്കുമ്പോഴാണ് തക്കാളി അടിച്ചൊഴിക്കുമ്പോൾ ടേസ്റ്റ് തോന്നാറ് അല്ലേ? ഇനി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പുളി വെള്ളത്തിലിട്ട് വെച്ചത്. അതെ ആയിട്ടത്. ഇതിലേക്ക് പാല്, 1-ാം പാലും 2-ാം പാലും 2 നാളികേരത്തിന്റെ പാലാണ് ഒഴിക്കുന്നത് കേട്ടാ. നമ്മള് കറക്റ്റ് ചേട്ടാ എത്ര പാൽ ആവശ്യമുള്ളൂ? 1 കിലോന് മീൻ ഇട്ടത് ചേട്ടാ കറക്റ്റ് ആക്കിയിട്ട് വെച്ച നാളികേരപ്പാല്.
ഭംഗിയായിരിക്കുന്നു. ഇത് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടാ? ഉപ്പ് വഴറ്റുമ്പോൾ കുറച്ചിട്ടതാണ്. ഉപ്പിട്ടാ? ഞാൻ കണ്ടില്ല. വഴറ്റുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടു, അത് ചേട്ടൻ കണ്ടില്ല. കുറച്ചും കൂടി ഉപ്പിടണം. കൂട്ടാൻ തിളച്ച് തുടങ്ങിയിട്ടാ? തിളച്ച് നോക്കിയിട്ട് നമുക്ക് മീൻ കഷ്ണമൊക്കെ ഇട്ടിട്ട് നോക്കിയിട്ട് കുടപ്പുളി എടുത്ത് മാറ്റേണ്ടി വരും. നല്ല പുളിയുണ്ട്, നമ്മുടെ പുളിയാ. നമ്മുടെ പുളി എന്ന് പറഞ്ഞാൽ നമ്മുടെ സനോജ് തന്നിട്ട് നമ്മളിവിടെ വീട്ടിലുണക്കിയ പുളിയാണേ, കുടംപുളി. വേറെ പുളി മുന്നത്തിരുന്നോടോ, അതാ ഉപയോഗിച്ചോടോ അത്ര നാളും. ഇപ്പം ഈ പുളിയായ കാരണം ഇതിന് പുളി കൂടുതലാണ്. ഇപ്പം തന്നെ ഉണ്ട്, നന്നായി പുളിയുണ്ട്. ഞാൻ ചാറ് നോക്കിയപ്പോൾ ഇനിയിപ്പോൾ കഷ്ണത്തിലേക്ക് പിടിക്കണമല്ലോ. അപ്പം നോക്കിയിട്ട് വരട്ടെ, നന്നായി തിളക്കട്ടെ. നന്നായി തിളച്ച് വരണ്ട. അപ്പോൾ എനിക്ക് ഇതേ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മീനിൻ്റെ കളർ ഗ്ലാമറനാണ്ടാ, ഫ്രഷ്നെസ്സിന്. ഇതെവിടെ വാങ്ങിച്ചേ? ഇതാ മറ്റേ മത്സ്യഫെഡ്. 350 രൂപ കിലോ. ഇത് അത്ര വലിയ നെയ്മീനല്ലല്ലോ, മീഡിയല്ലല്ലോ. വലുതാണെങ്കിൽ ഭയങ്കര വില വരും. വലുതാണെങ്കിൽ 700 രൂപ 800 രൂപയ്ക്ക് വരും. 900 രൂപ വരെ വന്നിട്ടുണ്ട്. തൃശ്ശൂരത്തിനൊക്കെ 950 രൂപ 1000 രൂപയ്ക്ക് വരുന്നു മീൻ. മുളക് പൊടി കുറച്ചുകൂടി വേണ്ടി വരും കേട്ടോ, കാണുമ്പോൾ തോന്നുന്നു. ആവട്ടെ. കൂട്ടാൻ തിളച്ചൊരു ലെവലായിട്ടാ ഞാൻ സിമ്മിലിട്ടു. മാറ്റി വെച്ചിട്ടുണ്ട്. പുളി അത്യാവശ്യം ആയി തുടങ്ങി, മാറ്റി വെച്ചതാ. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ട് കുറെ സമയമായിട്ടാ. മല്ലിയില വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇപ്പോഴായതുകൊണ്ട് വെതറിനെ തന്നെ. ഇത് നമ്മുടെ മല്ലിയിലല്ല, നോട്ട് ദ പോയിന്റ്. ആഫ്രിക്കനല്ല, കടയിൽ നിന്ന് വാങ്ങിച്ച മല്ലിയില. സാമ്പാർ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കാച്ചിട്ട് സാമ്പാർ ഞാൻ കുറച്ചേ വെച്ചിട്ടുള്ളൂ കേട്ടാ. സരിത കുളിക്കാൻ പോയി, ഞാൻ കുളിച്ചു. ഇനി മീൻ വറക്കാൻ പോവാ കേട്ടോ. അവരെത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. മീൻ വയ്ക്കുന്നു. വറ്റ മീൻ മുളകൊക്കെ തേച്ച് നന്നായി പിടിച്ചിരിക്കുന്നുണ്ട്. ഇത് അയ്യോ വെച്ച വയ്ക്കണമെന്ന് നീക്കി വയ്ക്കണമെന്നാണ് പറയുക. അപ്പോൾ പിന്നെ അടി പിടിക്കില്ല എന്ന് പറയും. ശരിയാട്ടാ. ഇല്ല അടി പിടിക്കാണ്ടിരിക്കാനുള്ള തന്ത്രപരമായിട്ടുള്ള സംഗതിയാണത്. ഭയങ്കര ടേസ്റ്റാണ്. ജഗുണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. മീൻ ഭയങ്കര ടേസ്റ്റാണ്. വറ്റ അല്ല, നിനക്കൊന്നും വലിയ ഇഷ്ടമല്ലല്ലോ. അങ്ങനെ വറക്കട്ടെ. അപ്പോൾ നമ്മൾ മീൻ വറക്കാൻ അവിടെ വെച്ചു. പിന്നെ മീൻ കൂട്ടാൻ ദേ അടിപൊളിയായിട്ട് ഇതായി. പിന്നെ പപ്പടം കാച്ചിട്ടുണ്ട്. ദേ സരിത ഒരു കുറച്ച് സാമ്പാർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ മല്ലിയിലേക്ക് വിതറിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് ബോംബെക്കാർക്ക് മല്ലിയില ഇത്തിരി ഇഷ്ടമാണല്ലോ. പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ചോറാണിത്. പൊന്നിരി ചോറാണ് ഞാനാണ് വെച്ചത്. പിന്നെ ചിക്കൻ ഇതാണല്ലോ, ഇത് കാണിച്ചാണല്ലോ ഇവിടെ മല്ലിയിലേക്ക് വിതറി ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് വാളല ഞാൻ മുറിച്ച് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ട. പിന്നെ സർലാസ് എന്ന് പറഞ്ഞാൽ റൈസ് ഉണ്ടാക്കാനായിട്ട് കണ്ട. ഇതിൽ കുക്കുംബറും പിന്നെ സവാളയും പിന്നെ പച്ചമുളകും
അരി സെറ്റാക്കി വെച്ചു. ഇത് തൈര്, ഇത് ഇനി ചേർക്കാൻ വേണ്ടായിരിക്കും. ഇത് അവർ വരുമ്പോഴാണ് ചേർക്കുക. നല്ല കട്ട തൈര് വാങ്ങിച്ചതാണ് കേട്ടോ. അധികം പുളി ഉണ്ടാവില്ല. ഇത് മറ്റേ നല്ല പുളിയുള്ളതാകുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ പുളിയില്ലാത്തതാണ് വെച്ചത്. മൂടി വെച്ചത്. ഇത് ആ സമയമാകുമ്പോൾ സെറ്റാക്കുന്നു മാത്രം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ അവരെ നോക്കിയിരിക്കുകയാണ് ബോംബെക്കാരെ, മുംബൈക്കാരെ. അടിയെ പിടിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ അപ്പനെ അനക്കി വെച്ച കാരണം അടിയെ പിടിച്ചില്ല. നല്ല ഭംഗിയിലുണ്ട്. സൂപ്പർ. മീൻ വറുത്തെടുത്ത് വെച്ചു. എല്ലാവരും വരുന്നില്ല എന്ന് കേട്ടപ്പോൾ ഒരു മൂഡ് പോയില്ലേ. തുന്തുരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അമ്മ വന്നു. അച്ഛന് വയ്യ. അച്ഛന് തൊണ്ടവേദന കപക്കെട്ടൊക്കെ ആയിട്ടിരിക്കുക. അപ്പം അച്ഛന് വരാൻ മൂടില്ല. വരുന്നുണ്ടെങ്കിൽ പിന്നെ മാമനുണ്ടെങ്കിലാണ് പിന്നെ വരാൻ മൂടുണ്ടാവുള്ളൂ. മാമനും വരുന്നില്ലല്ലോ. അപ്പോൾ വന്നാൽ അച്ഛന് കുളത്തിൽ ചാടാനും പറ്റില്ല, വയ്യ. അപ്പം അച്ഛൻ വരുന്നില്ല. അമ്മ വന്നിട്ട് കുറച്ച് സമയമായി. അച്ഛൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോണ്ട് അച്ഛൻ വരുന്നു. ഏയ് നേരത്തെ വീഡിയോ എടുത്തപ്പോഴേ അച്ഛന് വയ്യാത്താറ് അച്ഛൻ വരുന്നില്ല എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. അച്ഛന് വെള്ളത്തെ ചാടാൻ വയ്യല്ലോ. വെള്ളത്തെ ചാടാൻ വയ്യല്ലോ. വെള്ളത്തെ ചാടണ്ട അച്ഛൻ. ഗേറ്റ് അച്ഛൻ വന്നപ്പോഴേക്ക് ശരിയാക്കി. നമ്മുടെ ഗേറ്റ് തൂങ്ങിയൊക്കെ ആയിരുന്നു. അപ്പൊ അത് മടിയില് അത് വെച്ച അന്ന് തുടങ്ങി ചേട്ടൻ പറഞ്ഞു തുടങ്ങി. ആ അച്ഛനോട് പറയുക അതിൻ്റെ അടിയിൽ ചക്രം പിടിപ്പിക്കുന്നത്. കാരണം അത് ഇങ്ങനെ നമുക്കിങ്ങനെ തുറക്കുമ്പോഴേ അതിൻ്റെ അടി മുട്ടിയിട്ട് അപ്പം നമ്മൾ പൊക്കി പിടിച്ചിട്ട് വേണം ഇങ്ങനെ തുറക്കാനായിട്ടേ. അങ്ങനെയായിരുന്നു. അച്ഛൻ തുറ ചെയ്തപ്പോൾ അത് സൂക്കേട് പറഞ്ഞു കൊടുത്തു. സൂക്കേട് അജു തീർത്തുള്ളത്. അതന്നെ മനുഷ്യന് വേണ്ടത്. എന്തുട്ടാ സൂക്കേട് എന്നുള്ളത് ഡോക്ടർ അതിൽ അങ്ങനെയാണ്. സൂക്കേട് കണ്ടുപിടിക്കുന്നത്. രണ്ട് സൂക്കേട് അറിയാണ്ട് ചികിത്സിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അച്ഛൻ അതിന്റെ അസുഖം കണ്ടുപിടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് സിമ്പിളാണ്. അതെ. അപ്പൊ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവര് അവിടെ നിന്ന് പുറപ്പെട്ടു ഫോൺ വന്നു തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. പക്ഷെ ഇവിടെ എത്തിയിട്ടില്ല. ആളുകളുടെ എണ്ണം കുറഞ്ഞു. ഇപ്പൊ പ്രിയയുടെ അമ്മ ഇല്ല എന്ന് പറയണു. പ്രിയയുടെ അനിയത്തി വരില്ല എന്ന് പറയൂല. അപ്പൊ അനിയത്തിയുടെ കുട്ടിക്ക് വയ്യാത്ര. അപ്പൊ അവർക്ക് ഒരു സുഖമില്ലാന്ന് ചെറുത്. അപ്പൊ അമ്മയും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പൊ വിളിച്ചാണ്. അങ്ങനെ ഞങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞു കേട്ടാ. കാരണം 1:30 കഴിഞ്ഞേ. അപ്പൊ ഞങ്ങള് 2 മണി. അപ്പൊ ഞങ്ങൾ എല്ലാവരും ചോറുണ്ടു. വാവേ അതന്നെ. ഇനി ഞങ്ങക്ക് സമാധാനമായിട്ട് വെയിറ്റ് ചെയ്യാം. അച്ഛനും അമ്മയൊക്കെ ചോറുണ്ടപ്പോഴേ ഞങ്ങളും കൂടെ ചോറുണ്ട്. അതിന് മുന്നേ ചേട്ടൻ്റെ ഊണ് കഴിഞ്ഞു അല്ലേ. ഇത് ഞാൻ ഇവൾക്ക് മീഷോന്ന് എടുത്തതാ. പാകണ്ടോന്ന് ഇട്ടൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ റിട്ടേൺ അടിക്കാൻ വേണ്ടിട്ട് പാകണ്ട്. കറക്റ്റ് പാകം. നല്ല ഭംഗിയുണ്ടല്ലോ.